ഹലോ കുട്ടികളെ, ഇന്ന് ക്ലാസ് 6ലെ ഝാൻസി കി റാണി എന്ന അധ്യായത്തിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. किंतु कालगति चुपके चुपके काली घटा घेर लाई. इस पंक्ति में किस घटना की ओर संकेत है? काली घटा घिरने की बात क्यों कही गई है? वो किंतु कालगति चुपके चुपके काली घटा घेर लाई. ഈ പങ്ക്തിയിൽ എന്ത് സംഭവത്തെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത് എന്നാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. സൂചിപ്പിച്ചിരിക്കുന്നത് ഏത് സംഭവത്തെ പറ്റിയാണ്. പിന്നെ കാലിഘട്ട ഗിർനെ കി ബാത് ക്യൂ കഹി ഗയി ഹെ എന്ന് പറഞ്ഞാൽ ഈ കാലിഘട്ട, അതായത് ഈ കറുത്ത മേഘങ്ങളിൽ ഇങ്ങനെ കൂടിയിരിക്കുന്നത്, ചുറ്റും ഇങ്ങനെ കൂടിയിരിക്കുന്നു എന്ന് അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ബാത് ക്യൂ കഹി ഗയി ഹെ, അത് എന്തുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. इस पंक्ति में झांसी के राजा और रानी लक्ष्मीबाई के पति गंगाधर राव की आकस्मिक मृत्यु की ओर संकेत है. അപ്പോൾ ഈ വരികളിൽ അങ്ങനെ ഘട്ടന, ഏത് സംഭവമാണ് നടന്നിരിക്കുന്നത് എന്ന് പറഞ്ഞത് ഗംഗാധർ റാവ്, അതായത് ഝാൻസിയുടെ രാജാവായിരുന്നു അല്ലേ. അതോടുകൂടി ലക്ഷ്മിബായി, ഝാൻസിക്ക് റാണി ലക്ഷ്മിബായിയുടെ ഭർത്താവുമായ ഗംഗാധർ റാവുവിൻ്റെ പെട്ടെന്ന് നടന്ന അദ്ദേഹം അന്തരിക്കുകയാണ് ചെയ്തത് പെട്ടെന്ന് അല്ലേ. അതിനെയാണ് സൂചിപ്പിക്കുന്നത്. ആ ഘട്ടന, ആ സംഭവത്തെയാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. പിന്നെ पति गंगाधर राव की मृत्यु से रानी लक्ष्मीबाई असमय विधवा हो गई. दूसरी तरफ राजा के निसंतान होने के कारण अंग्रेज़ों को झांसी पर कब्जा करने का अच्छा अवसर मिल गया. അപ്പോൾ ഈ രണ്ട് കാരണങ്ങൾ, അതായത് റാണി ലക്ഷ്മിബായിയുടെ ഭർത്താവ് ആ സമയം, അതായത് പെട്ടെന്നായിരുന്നു അദ്ദേഹം അന്തരിച്ചത്. അതും പിന്നെ അതുമാത്രമല്ല, അവർ നിസ്സന്താനായിരുന്നു, അതായത് അവർക്ക് കുട്ടികൾ ഇല്ലായിരുന്നു. അപ്പോൾ കുട്ടികൾ ഇല്ല എന്ന ആ കാര്യം വെച്ച് ബ്രിട്ടീഷുകാർ അവിടെ ഭരണം കൈക്കലാക്കാനുള്ള അവർക്ക് അവസരം ലഭിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ സംഭവങ്ങളൊക്കെ, അതായത് പെട്ടെന്ന് നടന്ന സംഭവമാണ്. അതുമാത്രമല്ല ഈ സംഭവങ്ങളൊക്കെ ഈ ആപത്ത് കൊണ്ട് ഇങ്ങനെ മൂടിയിരിക്കുകയാണ് എന്ന രീതിയിലാണ് ഇവിടെ പറയുന്നത്. ഇസിലിയെ കാലിഘട്ട ഘിർനെ കി ബാത്. അപ്പോൾ ഈ കറുത്ത മേഘങ്ങൾ ഇങ്ങനെ ചുറ്റും കൂടിയിരിക്കുകയാണ് എന്ന് പറയാൻ കാരണം ഇതൊക്കെയാണ്. कविता की दूसरी पंक्ति में भारत को बूढ़ा कहकर और उसमें नई जवानी आने की बात कहकर സുഭദ്ര കുമാരി ചൗഹാൻ ക്യാ ബത്താനാ ചാത്തി ഹെ. അപ്പോൾ ആ കവിതയുടെ രണ്ടാമത്തെ വരികൾ അല്ലേ, അതിൽ പറഞ്ഞിരിക്കുന്നത് ഭാരത് കോ ബൂഢ, ഭാരതത്തിനെ ബൂഢ എന്നാണ് അവിടെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. അതേ സമയത്ത് ഉസ്മെ നെയ് ജവാനി ആനെ കി ബാത്ത്, അതായത് ഒരു പുതിയൊരു യൗവനം അല്ലേ വരുന്ന കാര്യവും അതിൽ പറയുന്നുണ്ട് ആ ലൈനിൽ. അപ്പോൾ അങ്ങനെ പറയുന്നുണ്ട് സുഭദ്ര കുമാരി ചൗഹാൻ. അതുകൊണ്ട് എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്.
ഭാരത് ധീരെ ധീരെ അംഗ്രേസോം കാ ഗുലാം ബൻതാ ജാ രഹാ താ. ഗുലാം എന്ന് പറഞ്ഞാൽ അടിമ അല്ലേ, അടിമയായിക്കൊണ്ടിരിക്കുകയായിരുന്നു പതുക്കെ പതുക്കെ ബ്രിട്ടീഷുകാരുടെ ഭാരതം. അപ്പോൾ ഭാരതീയോ മേ സാഹസ് നഹി ബച്ചാ താ कि वह अपने മാതൃഭൂമി की രക്ഷാ കർ സക്കെ. അപ്പോൾ ഭാരതീയരിൽ അത്രയ്ക്ക് എന്താണ് സാഹസമില്ലായിരുന്നു, അത്രയ്ക്ക് ധൈര്യമില്ലായിരുന്നു അവരെ നേരിടാനായിട്ട് അല്ലെ. മാതൃഭൂമിക്ക് രക്ഷാക്കരെ, മാതൃഭൂമിയെ രക്ഷിക്കാനുള്ള ആ ഒരു മനക്കരുത്ത് അവർക്കില്ലായിരുന്നു, ആ സാഹസമില്ലായിരുന്നു. ഇസ്ലിയെ കവയിത്രിനെ ഭാരത് കോ ബൂഢാ കഹാ. ആ സാമർഥ്യം ഇല്ലാത്തത് കൊണ്ട്, അതായത് ആ കഴിവ് അല്ലേ, അവർ ക്ഷീണിച്ചു പോയിരുന്നു. അത് കാരണമാണ് ബൂഢ എന്നതുകൊണ്ട് ബൂഢ ഭാരത് എന്നും അവിടെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. परंतु रानी लक्ष्मीबाई ने भारतीयों में अदम्य साहस का संचार किया और अंग्रेज़ों के खिलाफ उन्हें खड़ा किया, जिसे कवयित्री ने नई जवानी के आने की बात कही है. അപ്പോൾ റാണി ലക്ഷ്മിബായി എന്താണ് ചെയ്തത്, ഭാരതീയരിൽ ആ ഒരു ധൈര്യം വരുത്തിച്ചു അല്ലേ, ധൈര്യം അവരിൽ എന്താണ് കൊണ്ടുവന്നു. അപ്പോൾ അംഗ്രേസോം കെ ഖിലാഫ് ഉനെ ഖടാക്കിയ, അങ്ങനെ ബ്രിട്ടീഷുകാരുടെ എഗൻസ്റ്റ് ഭാരതീയരെ കൊണ്ടുവരാനുള്ള ആ സാഹസം അല്ലേ, അവരിൽ ആ ധൈര്യം കൊടുത്തു. അതുകൊണ്ടാണ് ആ സമയത്ത് ഒരു പുതിയ യൗവനം അവരിലുണ്ടായി എന്നതുകൊണ്ട്, പുതിയ യൗവനം ആ ഭാരതത്തിന് ലഭിച്ചു എന്ന് കവയിത്രി പറയുന്നത്. झांसी की रानी की जीवन की कहानी अपने शब्दों में लिखो और यह भी बताओ कि उनका बचपन तुम्हारे बचपन से कैसे अलग था. അപ്പോൾ ഝാൻസി കി റാണിയുടെ ജീവിതകഥ പറയുന്നതോടൊപ്പം കമ്പയർ ചെയ്യണം, അതായത് നിങ്ങളുടെ കുട്ടിക്കാലവും ഝാൻസി കി റാണിയുടെ കുട്ടിക്കാലവുമായിട്ടല്ലേ. ബത്താവ് കി ഉൻകാ ബച്പൻ ഓർ തുമാരെ ബച്പൻ, കുട്ടിക്കാലവുമായിട്ട് എന്താണ് അന്തരം, എന്താണ് വ്യത്യസ്തം എന്ന് പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. झांसी की रानी लक्ष्मीबाई के बचपन का नाम मणिकर्णिका था, परंतु लोग प्यार से इन्हें मनु कहते थे. അപ്പോൾ റാണി ലക്ഷ്മിബായിയുടെ പേര് മണികർണിക എന്നായിരുന്നു ചെറുപ്പത്തിൽ. അപ്പോൾ പ്യാർ സെ, സ്നേഹത്തോടെ എല്ലാവരും മനു എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. ജബ് യെ 4 വർഷ की थी तभी इनकी माता का देहांत हो गया. അപ്പോൾ 4 വർഷമായിരുന്നപ്പോൾ തന്നെ അമ്മ അന്തരിച്ചു. അപ്പോൾ बचपन में ही इन्होंने शास्त्र के साथ शस्त्र तथा घुड़सवारी सीखा. അപ്പോൾ കുട്ടിക്കാലത്ത് തന്നെ ശാസ്ത്രത്തോടൊപ്പം ശസ്ത്ര തഥാ ഗുഡ്സവാരി, ശസ്ത്ര അതായത് ആയുധങ്ങൾ ഉപയോഗിക്കുന്നതും പിന്നെ കുതിര ചലിപ്പിക്കാനൊക്കെ റാണി ഝാൻസിക്ക് റാണി പഠിച്ചു. ഇൻകാ വിവാഹ ഝാൻസി കെ രാജ ഗംഗാധർ റാവു സെ ഹുവ. റാണിയുടെ വിവാഹം, അതായത് കർണികയുടെ വിവാഹം ഗംഗാധർ റാവു, ഝാൻസിയുടെ രാജാവ് ഗംഗാധർ റാവുമായിട്ട് നടന്നു. പക്ഷേ परंतु जल्द ही രാജാ की आकस्मिक मृत्यु हो गई. അപ്പോൾ പെട്ടെന്ന് തന്നെ രാജാവ് അന്തരിക്കുകയാണ് ചെയ്തത്. രാജാ की कोई संतान न होने की वजह से अंग्रेज़ों ने झांसी को हड़पना चाहा. അപ്പോൾ രാജാവിന് കുട്ടികളൊന്നും ഇല്ലായിരുന്നു. അത് കാരണം അംഗ്രേസ്, അതായത് ബ്രിട്ടീഷുകാർ ഝാൻസി കൈക്കലാക്കാനായിട്ട് ശ്രമിച്ചു. അപ്പോൾ എവിടെയെങ്കിലും ഉത്തരാധികാരി ഇല്ല എന്നുണ്ടെങ്കിൽ ആ രാജ്യം അവർ ബ്രിട്ടീഷുകാർ ഭരിക്കുമായിരുന്നു. ഉത്തരാധികാരി ഇല്ലാത്ത രാജ്യമാണെങ്കിൽ. അപ്പോൾ അവിടെ ആരും ഉത്തരാധികാരിയായിട്ട് ഇല്ലായിരുന്നു. അതുകൊണ്ട് ബ്രിട്ടീഷുകാർ ഝാൻസിയെ കൈക്കലാക്കാൻ അല്ലെ തട്ടിപ്പറിക്കാനായിട്ട് ശ്രമിച്ചു. परंतु लक्ष्मीबाई ने इसके विरुद्ध आवाज़ उठाई और युद्ध भूमि में वीरगति को प्राप्त हुई. അപ്പോൾ അതിനെതിരായിട്ട് പോരാടി ആര്, ഝാൻസിക്ക് റാണി. അപ്പോൾ ആ സമയം തന്നെ യുദ്ധഭൂമിയിൽ എന്താണ് വീരമൃത്യു പ്രാപിച്ചു. हम बचपन में क्रिकेट और वीडियो गेम खेलना पसंद करते थे, आइसक्रीम, चॉकलेट तथा अन्य चटपटी चीज़ें खाते थे. वहीं लक्ष्मीबाई बचपन में तलवारों से खेलना तथा अस्त्रों शस्त्रों की ശിക്ഷ ലേത്തി. ഞങ്ങൾക്കാണെങ്കിലും ഞങ്ങൾ കുട്ടിക്കാലത്ത് കുറേ കളികൾ കളിക്കും അല്ലേ, ക്രിക്കറ്റ്, ഫുട്ബോൾ, വീഡിയോ ഗെയിം എല്ലാം ഇങ്ങനെ കളിക്കാറുണ്ട് ഞങ്ങൾ. അപ്പോൾ കഴിക്കുന്നതും ഭക്ഷണത്തിലുമൊക്കെയാണ് ഞങ്ങൾക്ക് കൂടുതൽ ശ്രദ്ധ, അതായത് ഐസ്ക്രീം കഴിക്കും, ചോക്ലേറ്റ്, അങ്ങനെ ചട്പട്ടി ചീസയും അതൊക്കെയാണ് ഞങ്ങൾക്ക് ഇഷ്ടം. പക്ഷേ ലക്ഷ്മിബായി ആണെങ്കിലോ കുട്ടിക്കാലത്ത് എന്ത് കളിപ്പാട്ടങ്ങളാണ് ഉപയോഗിച്ചിരുന്നത്, തൽവാറും സിക്കേല തഥാ അസ്ത്രവും ശസ്ത്രവും കി ശിക്ഷ ലേത്തി. അപ്പോൾ വാളുകൾ കൊണ്ടൊക്കെയായിരുന്നു കളിച്ചുകൊണ്ടിരുന്നത്. അതുമാത്രമല്ല അസ്ത്രശസ്ത്രങ്ങളൊക്കെയാണ് പഠിച്ചുകൊണ്ടിരുന്നത്. वीर महिला की इस कहानी में कौन कौन से पुरुषों के नाम आए हैं? इतिहास की कुछ अन्य वीर स्त्रियों की कहानियाँ खोजो.
അപ്പോൾ വീരമഹിളയാണ് അല്ലേ, സ്ത്രീയാണ്, വനിതയാണ് ആര്, ഝാൻസി കി റാണി. അപ്പോൾ അതുപോലെ തന്നെ വീർ പുരുഷ അല്ലെ പുരുഷോങ്കെ നാം ആയേ ഹെ, ആരൊക്കെ വീരപുരുഷന്മാരുടെ പേരുകൾ വന്നിട്ടുണ്ട്. ഇതിഹാസ് കി കുച്ച് അന്യ വീർ സ്ത്രീയോ കി കഹാനിയാം ഖോജോ, മറ്റ് വീര വനിതകളെപ്പറ്റി അവരുടെ കഥയെപ്പറ്റി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇസ് കഹാനി മേ വീർ ശിവജി, नाना दुंदुपंत, तातिया, चतुर अज़ीमुल्ला, अहमद शाह मौलवी, ठाकुर कुंवर सिंह, സൈനിക് അഭിരാം ആദ്യ അനേക വീർ പുരുഷോങ്കെ നാം ആയ. അപ്പോൾ ഈ കഥയിൽ തന്നെ വീരപുരുഷന്മാരായിട്ട് ശിവജി, നാനാ ദുന്ദുപന്ത്, താത്തിയ, പിന്നെ ചതുർ അസിമുള്ള, അഹമ്മദ് ഷാ മൗലവി, ഠാക്കുർ കുവർ സിംഗ്, സൈനിക് അഭിരാം ഇവരുടെ പേരുകളൊക്കെ ഈ വീരപുരുഷന്മാരുടെ പേരുകൾ വന്നിട്ടുണ്ട്. ബേഗം ഹസ്രത് മെഹൽ, റാണി ദ്രൗപദി ഭായ്, റാണി ചെന്നമ്മ ആദി ഇതിഹാസ് കി വീർ സ്ത്രീയാം ഹെ, മറ്റ് വീരവനിതകളുടെ പേരുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഹസ്രത് മെഹൽ, റാണി ദ്രൗപദി ഭായ്, റാണി ചെന്നമ്മ ആദി ഇതിഹാസ് കെ വീർ സ്ത്രീയാം ഹെ, വീരവനിതകളാണ്. झांसी की റാണി के जीवन से हम क्या प्रेरणा ले सकते हैं. അപ്പോൾ ഝാൻസി കി റാണിയുടെ ആ ജീവിതത്തിൽ നിന്നും ആ ജീവിത ചരിത്രത്തിൽ നിന്നും ഞങ്ങൾക്ക് എന്താണ് പ്രേരണയാണ് ലഭിക്കുന്നത്, എന്താണ് ഞങ്ങൾക്ക് എൻകറേജ്മെൻറ്റ് കിട്ടുന്നത് അല്ലേ, അതിൽ നിന്ന് ഞങ്ങൾക്ക് എന്ത് പഠിക്കാൻ ലഭിക്കുന്നു. झांसी की रानी जी के जीवन से हमें यही प्रेरणा मिलती है कि आज़ादी സ്വയം മേ ഏക മൂല്യവാൻ വസ്തു ഹെ. ഇതിൽ നിന്ന് ഞങ്ങൾക്ക് എന്താണ് പ്രേരണ ലഭിക്കുന്നത്, സ്വാതന്ത്ര്യം എന്നത് സ്വയം അതൊരു നല്ല വിലപിടിപ്പുള്ള ഒരു വസ്തുവാണ്, നല്ല വിലപിടിപ്പുള്ള ഒരു വസ്തുവാണ് സ്വാതന്ത്ര്യം. इसको बनाए रखने के लिए हमें कोई भी कीमत चुकानी पड़े हमें पीछे नहीं हटना चाहिए. ഇതിന് അത് എപ്പോഴും നിലനിർത്താനായിട്ട് ഫ്രീഡം അല്ല, ആസാദി നിലനിർത്താനായിട്ട് എന്ത് വില കൊടുത്താണെങ്കിലും അല്ലേ, ചുക്കാനി പടേ ഹമേ പീछे नहीं हटना, ഞങ്ങൾ പിറകോട്ട് നീങ്ങരുത്, പിറകോട്ട് മാറരുത്. റാണി ലക്ഷ്मीबाई चाहती तो अंग्रेज़ों की बात मानकर आराम से अपना जीवन यापन कर सकती थी. അത് ബ്രിട്ടീഷുകാരെന്താണ് പറഞ്ഞത്, അവർ ഉത്തരാധികാരി ഇല്ല എന്നുണ്ടെങ്കിൽ അവർ അത് ഏറ്റെടുത്ത് ഭരിക്കും അല്ലേ. അങ്ങനെ റാണി ലക്ഷ്മിബായി വിചാരിച്ചിരുന്നെങ്കിൽ ആ സമയത്ത് എല്ലാം ബ്രിട്ടീഷുകാർക്ക് വിട്ടുകൊടുത്ത് ആ ജീവിതം സന്തോഷത്തോടെ ജീവിക്കാമായിരുന്നു, എൻജോയ് ചെയ്തിട്ട് അല്ലേ. അങ്ങനെയെങ്കിലും ജീവിക്കാമായിരുന്നു. परंतु उन्होंने इसके विरुद्ध जाकर उनसे युद्ध लड़ा और सबको चेताया कि स्वयं के स्वार्थ को छोड़कर हमें देश के राष्ट्र के हित में सोचना चाहिए. അപ്പോൾ സ്വയം ആ സമയത്ത് ബ്രിട്ടീഷുകാർക്ക് വിട്ടുകൊടുത്തിരുന്നെങ്കിൽ അവിടുത്തെ ആ രാജ്യത്തിലുള്ള എല്ലാവരും കഷ്ടപ്പെടുമായിരുന്നു. അങ്ങനെ സ്വന്തം കാര്യം നോക്കാതെ ആ റാണി എല്ലാവർക്കും അല്ലേ നല്ല കാര്യമാണ് ചെയ്തിരുന്നത്. അങ്ങനെ റാണി ലക്ഷ്മിബായി അവരുമായിട്ട് യുദ്ധത്തിൽ ഏർപ്പെടുകയാണ് ചെയ്തത്. ബ്രിട്ടീഷുകാരുടെ യുദ്ധം ചെയ്യുകയാണ് ചെയ്തത്. തന്റെ സാഹസികത പറയാൻ ആഗ്രഹിക്കുന്നത് റാണി ലക്ഷ്മിബായി കാണിച്ചത്. അപ്പോൾ സ്വന്തം സ്വാർത്ഥത വിട്ട് അംഗ്രേസത്തിന് വേണ്ടിയാണ് രാജ്യത്തിന് അതിനായിട്ട് സ്വയം ബ്രിട്ടീഷ് സർക്കാർ ചെയ്യേണ്ടതായിട്ട് വന്നാൽ പോലും ബ്രിട്ടീഷുകാരുടെ ഒരു എന്തായിരുന്നു അവരുടെ ആ ലോ, രാജ്യത്തിൽ ഏതെങ്കിലും രാജ്യത്ത് ഉത്തരാധികാരിയായിട്ട് ആരുമില്ല, അതായത് സന്താനങ്ങളില്ലാത്തവരാണ് ആ രാജാവ് എങ്കിലും പിന്നെ ആ രാജാവ് സ്വയം വീക്കായിരിക്കണം. അങ്ങനെയുള്ള ആ സിറ്റുവേഷനിൽ ബ്രിട്ടീഷുകാർ അവിടെ അധികാരം പ്രാപിക്കും. അപ്പോൾ परंतु रानी ने इसका विरोध किया और उनके अधीन रहना स्वीकार न कर उनसे लड़ना स्वीकार किया. അപ്പോൾ ഝാൻസിക്ക് റാണി അവർ നിസ്സന്താനായിരുന്നു, അവർക്ക് ഉത്തരാധികാരിയായിട്ട് ആരുമില്ലായിരുന്നു. അപ്പോൾ അത് ആ സമയത്ത് ബ്രിട്ടീഷുകാരവിടെ ലാഭമെടുക്കാനായിട്ട് ശ്രമിച്ചു, അതായത് കൈക്കലാക്കാനായിട്ട് ഝാൻസി. परंतु റാണി ने इसका विरोध किया, റാണി അതിന് എതിരായിട്ട് നിന്നു അല്ലേ. और उनके अधीन रहना स्वीकार न कर उनसे लड़ना स्वीकार किया. അപ്പോൾ അവരുടെ അധീൻ എന്ന് പറഞ്ഞാൽ അവരുടെ അടിമയായിട്ട് നിൽക്കുക അല്ലേ, അവരുടെ കീഴിൽ നിൽക്കാതെ അധീൻ रहना स्वीकार न कर അത് സ്വീകരിക്കാതെ ഫൈറ്റ് ചെയ്യാനായിട്ട് ഒരുങ്ങി അല്ലേ, സ്വീകാർ കിയ, അതിന്
അത് സ്വീകരിച്ചു, ആ വഴിയാണ് സ്വീകരിച്ചത്. अपने अंतिम सांस तक भी वो अंग्रेज़ों के आगे झुकी नहीं. അതാണ് എന്താണ് വീരവനിത എന്ന് പറയുന്നത്. അന്തിം സാസ് തക്, ലാസ്റ്റ് ബ്രെത്ത് വരെ അല്ലേ, അംഗ്രേസോं के आगे झुकी नहीं, ഒരിക്കലും തോറ്റുകൊടുത്തില്ല. और वीरता से लड़ती हुई वीरगति को प्राप्त हुई. അപ്പോൾ നല്ല എന്താണ് സാഹസത്തോടെയാണ് അവരുമായിട്ട് യുദ്ധം ചെയ്തത്, ബ്രിട്ടീഷുകാരുമായിട്ട്. അങ്ങനെ വീരഗതി പ്രാപിക്കുകയാണ് ചെയ്തത്. റാണി के विधवा होने पर डलहौजी क्यों प्रसन्न हुआ, उसने क्या किया. അപ്പോൾ റാണി വിധവയായി എന്നറിഞ്ഞപ്പോൾ, അതായത് അവിടുത്തെ രാജാവ് ഇല്ലാതാവുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഗംഗാധർ റാവു അന്തരിച്ചു, റാണി വിധവയായി എന്നറിഞ്ഞപ്പോൾ ഡൽഹൗസി എന്തുകൊണ്ടാണ് സന്തോഷിച്ചത്. ഉസ്നെ ക്യാ കിയ, ആ സമയത്ത് ഡൽഹൗസി എന്താണ് ചെയ്തത്. ഡൽഹൗസി ജാൻത था कि രാജാ ഗംഗാധർ റാവ് നിസ്സന്താൻ थे. അപ്പോൾ ഡൽഹൗസിക്ക് അറിയാമായിരുന്നു രാജാ ഗംഗാധർ റാവ് निस्संतान, संतानमिല്ലാത്ത രാജാവായിരുന്നു. अंग्रेज़ों ने वैसे ही एक नीति बनाई थी कि जिस राजा की संतान नहीं होगी उसको अंग्रेज़ी राज्य में मिला लिया जाएगा. അപ്പോൾ ആദ്യം തൊട്ടേ ബ്രിട്ടീഷുകാരുടെ നിയമമായിരുന്നു എന്താണ്, നിസ്സന്താൻ, അതായത് കുട്ടികളില്ലാത്ത ഏതെങ്കിലും രാജ്യമുണ്ടെങ്കിൽ, അതായത് ഉത്തരാധികാരി ഇല്ലാത്ത രാജ്യമുണ്ടെങ്കിൽ അത് തന്നെത്താനെ അത് ബ്രിട്ടീഷുകാരുടെ अंडर आओ. അപ്പോൾ अंग्रेज़ों ने वैसे ही नीति बनाई थी और संतान नहीं होगी उनको अंग्रेज़ी राज्य में मिला लिया जाएगा. അപ്പോൾ संतानहीन झांसी के राजा की मृत्यु का समाचार पाकर तो डलहौजी के लिए सोने पे सुहागा वाली बात थी. सोने पे सुहागा എന്ന് പറഞ്ഞാൽ യൂസേജ് ആണ്. എന്ന് പറഞ്ഞാൽ അത് ഇനിയും കൂടെ ഒന്നുകൂടെ നന്നായി, അതായത് രാജാവ് അന്തരിച്ചു എന്നത് മാത്രമല്ല, അതിൻ്റെ കൂടെ തന്നെ എന്താണ്, നിസ്സന്താനാണ്, അതായത് ഉത്തരാധികാരി ഇല്ലാത്തൊരു രാജ്യമാണ്. അത് ഇനിയും നന്നായി എന്ന രീതിയിലാണ് അവിടെ सोने पे सुहागा എന്ന് പറയുന്നത്. അപ്പോൾ सोने पे सुहागा वाली बात थी. उसे लगा कि एक निसंतान राजा की विधवा क्या कर पाएगी. അപ്പോൾ ഡൽഹൗസിക്ക് അറിയില്ലായിരുന്നു ആ നിസ്സന്താൻ, ആ കുട്ടികളില്ലാത്ത ആ രാജാവിൻ്റെ ആ ഭാര്യയ്ക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്നത്, അത് വിധവയ്ക്ക്. उसने तुरंत ही झांसी पर कब्जा करने का मन बना लिया और झांसी पहुंच गया. അപ്പോൾ അതിനെ വേഗം തൻ്റെ കീഴിലാക്കാനായിട്ട് അവിടെ ഡൽഹൗസി അവിടെ എത്തിച്ചേരുകയും അങ്ങനെ മനസ്സ്, അതായത് അവിടെ തീരുമാനിക്കുകയും അവിടെ ഝാൻസിയിൽ എത്തിച്ചേരുകയും ചെയ്തു. നിമ്നലിഖിത് പങ്ക്തിയോं का भाव स्पष्ट करो. താഴെ കൊടുത്തിരിക്കുന്ന വരികളിലുള്ള ഭാവങ്ങൾ ഭാവം സ്പഷ്ടമാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്, ക്ലിയർ ആക്കാൻ. അപ്പോൾ ഗുമി ഹുയി ആസാദി की कीमत सबने पहचानी थी. പിന്നെ लावारिस का वारिस बनकर ब्रिटिश राज झांसी आया. गुमी हुई आज़ादी की कीमत सबने पहचानी थी. അപ്പോൾ ഈ വരികളിൽ इस पंक्ति के द्वारा उस समय के भारत की अवस्था को वर्णित किया गया है. അപ്പോൾ ആ സമയത്തെ ഭാരതത്തിൻ്റെ അവസ്ഥ എങ്ങനെയായിരുന്നു അതിനെ പറ്റിയാണ് ഇവിടെ ഈ വരികളിൽ വർണ്ണിച്ചിരിക്കുന്നത്. जब अंग्रेज़ों ने अपनी कूटनीतियों के दम पर भारत को अपना गुलाम बना लिया था. ആ സമയത്ത് അവിടെ ഭാരതത്തിൻ്റെ സ്ഥിതി എന്തായിരുന്നു, ബ്രിട്ടീഷുകാർ അവരുടെ കൂട്ടുനീതി, അതായത് എന്താണ് അവരുടെ സ്ട്രാറ്റജി എന്താണ്, ഗൂഢാലോചനകളൊക്കെ വെച്ചിട്ട് എങ്ങനെയാണ് അവരുടെ ആ കഴിവ് കൊണ്ട് ഭാരതത്തെ അവരുടെ അടിമയാക്കി മാറ്റിയിരുന്നു. कोई भी उनका विरोध करने का साहस न करता और चुपचाप गुलामी की बेड़ियों में जकड़े हुए बैठे रहता. ആ സമയത്ത് ആർക്കും എതിർക്കാനുള്ള ധൈര്യമില്ലായിരുന്നു അല്ലേ. സാഹസ് ന കർത്ത, എതിർക്കാനുള്ള, വിരോധ് കർണേക്ക സാഹസ്, എതിർക്കാനുള്ള ധൈര്യം ആരുടെയും മനസ്സിലില്ലായിരുന്നു അല്ലേ. और चुपचाप, മിണ്ടാതെ അടിമകളായിട്ട് എന്താണ്, ബേഡിയോമേ ജക്കഡേ ഹുവേ, അതായത് കൈകൾ അല്ലെ ബന്ധിപ്പിച്ചിരിക്കുന്നത് പോലെ ഇരിക്കുമായിരുന്നു എല്ലാവരും, ആരും എതിർക്കാറില്ലായിരുന്നു. परंतु റാണി ലക്ഷ്മിഭായി के विरोध ने सारे भारत को झकझोर दिया. അപ്പോൾ റാണി ലക്ഷ്മിഭായിയുടെ റാണി ലക്ഷ്മിഭായി കാണിച്ച ആ തൻ്റെ ഇടം അല്ലേ, ആ വിരോധിനെ സാരെ ഭാരത് കോ ജഗ്ജോർ കിർദിയ, ആ സമയത്ത് മുഴുവൻ ഭാരതത്തെയും അത് ഇങ്ങനെ ഇളക്കി അല്ലേ, അതായത് ഹിലാക്കർ रख दिया, अदायद झकझोर कर दिया എന്ന് പറയത്തില്ലേ, ഹിലാക്കർ रख दिया. तब भारत की निद्रा जागी कि जब एक स्त्री लक्ष्मी बाई इनका विरोध कर सकती है तो हम क्यों नहीं. ആ സമയത്ത് ഉറക്കത്തിൽ നിന്ന് എണീറ്റതുപോലെ അല്ലെ, ബൂഢാ ഭാരത് പിന്നെ ജവാനി में आ जाता है, नई जवानी. അപ്പോൾ तब भारत की निद्रा जागी और कि जब एक स्त्री लक्ष्मी बाई, ഒരു സ്ത്രീയാണ് അല്ലെ, വനിതയാണ് ലക്ഷ്മിബായി, इनका विरोध कर सकती है
तो हम क्यों नहीं, ഒരു സ്ത്രീ ആയിട്ട് പോലും ആ റാണി ലക്ഷ്മിബായിക്ക് എതിർപ്പ് കാണിക്കാം എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എന്തുകൊണ്ട് സാധിക്കത്തില്ല എന്ന് എല്ലാ ഭാരതവാസികളുടെയും മനസ്സിൽ തോന്നൽ വരികയാണ് ചെയ്തത്. ഹം ക്യൂ ഇസ് ഗുലാമി മേ ജിയെ ഹമേ ബി അപ്നി സ്വതന്ത്രത പ്യാരി ഹെ. അപ്പോൾ അവരുടെ മനസ്സിൽ അത് സ്വാതന്ത്ര്യത്തെ പറ്റിയുള്ള ആഗ്രഹം തന്നെ ചെലുത്തിയത് റാണി ലക്ഷ്മിബായിയാണ്. ഹം ക്യൂ ഇസ് ഗുലാമി മേ ജിയെ, ഈ അടിമത്തത്തിൽ ഞങ്ങൾ എന്തിന് ജീവിക്കണം? അങ്ങനെ എല്ലാവരും സ്വാതന്ത്ര്യത്തിനോടുള്ള ബ്രിട്ടീഷ് സ്വാതന്ത്ര്യത്തിന്റെ ഇമ്പോർട്ടൻസ് അവർ മനസ്സിലാക്കി സ്വാതന്ത്ര്യത്തിനോട് ഇഷ്ടം തോന്നി തുടങ്ങി. മുഴുവൻ ഭാരതത്തിലും സ്വാതന്ത്ര്യത്തിനായിട്ടുള്ള ഒരു തിരമാല തന്നെ ബ്രിട്ടീഷുകാരെ തുടങ്ങി. എന്താണ്, എല്ലാവരും രാജ്യങ്ങളെ കൈക്കലാക്കാനായിട്ട് ഒരു രീതി വെച്ചിട്ടുണ്ടായിരുന്നു അല്ലെ, നീതി വെച്ചിട്ടുണ്ടായിരുന്നു. എന്താണ്, ഏതൊക്കെ രാജ്യങ്ങളിൽ അവിടെ ഉത്തരാധികാരികളില്ല അല്ലെങ്കിൽ ഏതെങ്കിലും വീക്കായിട്ടുള്ള ഒരു രാജാവ് എവിടെയൊക്കെ ഉണ്ടോ അതിനെ കൈക്കലാക്കണം, അത് തങ്ങളുടെ കീഴിൽ കൊണ്ടുവരിക. അതായത് അവരുടെ ഭരണത്തിലായിരിക്കും ആ രാജ്യം പിന്നീട്. അപ്പോൾ ഝാൻസി കെ രാജാ കി മൃത്യു അംഗ്രേസോ കെ ലിയെ സോനെ പെ സുഹാഗ വാലി ബാത് തി. അപ്പോൾ അവിടെ ഝാൻസിയിലുള്ള രാജാവ് അന്തരിച്ചപ്പോൾ അവർക്കതൊരു സോനെ പെ സുഹാഗ എന്ന് പറയാം, അത് ഐസിങ് ഓൺ ദ കേക്ക് എന്ന് പറയത്തില്ല, അതുപോലെ. അപ്പോൾ വോ ബിനാ വക്ത് ഗവായെ റാണി ലക്ഷ്മിബായി കെ പാസ് ഝാൻസി പहुंच गए. അങ്ങനെ ഒട്ടും സമയം കളയാതെ അവിടെ ഝാൻസിയിലെത്തിയിട്ട് कि पहुंच गए और कि अब इस राज्य को चलाने के लिए कोई उत्तराधिकारी नहीं है, तो अब ये ब्रिटिश सरकार के अधीन कर लिया जाएगा. അപ്പോൾ ഇവിടെ ഉത്തരാധികാരികളില്ല, അതുകൊണ്ട് ഞങ്ങൾ അതിനെ ഏറ്റെടുത്ത് ഞങ്ങൾ ഭരിക്കാൻ പോവുകയാണ് എന്ന രീതിയിൽ അവിടെ എത്തിച്ചേരുകയാണ് ചെയ്തത് ബ്രിട്ടീഷുകാർ. സ്വയം ഇസ് രാജ്യ കാ കാര്യഭാർ സംഭാലെങ്കി. അപ്പോൾ സ്വയം അവർ തന്നെ ഈ രാജ്യത്തിൻ്റെ കാര്യങ്ങളൊക്കെ അവർ തന്നെ നോക്കി നടത്തിക്കോളും എന്ന രീതിയിൽ അവർ അവിടെ എത്തിച്ചേർന്നു. ലാവാരിസ് കാ വാരിസ് ബൻകർ. അപ്പോൾ ഉത്തരാധികാരി ഇല്ലാത്തവരുടെ ഉത്തരാധികാരി എന്ന രീതിയിൽ ബ്രിട്ടീഷുകാരവിടെ എത്തിച്ചേർന്നു ഝാൻസിയിൽ. നീച്ചെ ലിഖേ വാക്യാംശവും കൊപ്പടോ. ഈ താഴെ കൊടുത്തിരിക്കുന്ന വാക്യത്തിൻ്റെ അംശങ്ങൾ അല്ലെ, വാക്യങ്ങൾ കൊടുത്തിട്ടുണ്ട്, അതിനെ വായിക്കുക. ഝാൻസി की रानी, मिट्टी का घरौंदा, प्रेमचंद की कहानी, पेड़ की छाया, डाक के 3 पात, नहाने का साबुन, मील का पत्थर, रेशमी के बच्चे, बनारस के आम. അപ്പോൾ ഇക്കാ, കെ और की 2 संज्ञाओं का संबंध बताते हैं. 2 നാമങ്ങളുടെ അല്ലെ, 2 നൗൺസ്, അതിൻ്റെ സംബന്ധം, അത് തമ്മിലുള്ള കണക്ഷനാണ് അത് കാണിക്കുന്നത് അല്ലേ. ऊपर दिए गए वाक्यांशों में अलग अलग जगह इन तीनों का प्रयोग हुआ है. इका, के, की, ഇത് 3 പ്രയോഗിച്ചിട്ടുണ്ട് മുകളിൽ കൊടുത്തിരിക്കുന്നതിൽ. അപ്പോൾ ध्यान से पढ़ो और कक्षा में बताओ कि की, का, के और की का प्रयोग कहाँ और ക്യൂ ഹോ റാ ഹെ. അതിനെപ്പറ്റി പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. അത് എന്തുകൊണ്ട് അവിടെ ഉപയോഗിച്ചിരിക്കുന്നു എന്നതും വാക്യങ്ങളാക്കിയിട്ട് പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. കാ, കെ और की संबंध कारक के चिन्ह हैं. അപ്പോൾ അതിനെ പറയുന്നതാണ് സംബന്ധ കാരക്. ഇനി പരിസർഗ് ഭി कहते हैं. സംബന്ധ കാരകത്തിനെ പരിസർഗ് എന്നും പറയും. इनका प्रयोग संबंधी संज्ञा के अनुसार होता है. അപ്പോൾ ഏത് സംജ്ഞയാണോ അവിടെ കൊടുത്തിരിക്കുന്നത് അതിനനുസരിച്ചിട്ട് ആ കാ എന്നതും കെ എന്നതും കി എന്നതും ഞങ്ങൾ ഉപയോഗിക്കും അല്ലേ. ആ കൊടുത്തിരിക്കുന്ന ഏത് നാമത്തിൻ്റെ മുമ്പിലാണോ, അതായത് ഏത് നൗണിൻ്റെ മുമ്പിലാണോ അത് ഉപയോഗിക്കുന്നത് ആ നൗണിനനുസരിച്ചിട്ടായിരിക്കും അത് ഉപയോഗിക്കുന്നത്. അപ്പോൾ സ്ത്രീലിംഗ സംബന്ധി സംജ്ഞാക്കെ പൂർവ്വ, സ്ത്രീലിംഗ ആണെങ്കിൽ ആ നൗണ് ആ സ്ത്രീലിംഗ ആണെങ്കിൽ അതിന് മുമ്പ് കി എന്ന പ്രയോഗവും, പിന്നെ की पुल्लिंग संबंधी संज्ञा के पूर्व का, पुल्लिंग ആണെങ്കിൽ ആ നൗണ് കാ എന്ന പ്രയോഗവും ഉപയോഗിക്കും. और बहुवचन पुल्लिंग ആണെങ്കിൽ ബഹുവചനവും പിന്നെ പുല്ലിംഗവും ആണെങ്കിൽ സംജ്ഞാ के पूर्व കെ അല്ല, ഒന്നിലധികമാണെങ്കിൽ കെ, അതും അത് പുല്ലിംഗമായിരിക്കണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കെ എന്ന പ്രയോഗവും ഉപയോഗിക്കുന്നു. का प्रयोग ഏകവചൻ സംജ്ഞാ ശബ്ദവും കെ സാത്ത് ഹുവാ ഹെ. അപ്പോൾ ഏകവചൻ അല്ലേ, അതായത് ഒരെണ്ണമായിട്ടുള്ളത്. അപ്പോൾ മിഠി കാ ഘറോന്ത ഏകവചൻ പുല്ലിംഗ ഹെ. അപ്പോൾ ഏകവചൻ പുല്ലിംഗാണ് ഘറോന്ത എന്നത്. അപ്പോൾ ഘറോന്ത കാ
സംബന്ധ മിട്ടി സെ ബതാനെ കെ ലിയെ പ്രयोग हुआ है. അപ്പോൾ ഘരോന്ദ എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? ഘരോന്ദ മിട്ടി അല്ലേ, മണ്ണ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അത് വിശേഷിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് കാണിക്കാനാണ് മിട്ടി കാ ഘരോന്ദ, മണ്ണ് കൊണ്ടാണ് ഘരോന്ദ ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ മീൽ കാ പത്ഥർ, മീൽ കാ പത്ഥർ, പത്ഥർ പുല്ലിംഗ് ഹെ. അപ്പോൾ പത്ഥർ എന്നത് പുല്ലിംഗാണ് അല്ലേ, ആ നൗണ് പത്ഥറാണ്, പത്ഥർ പുല്ലിംഗാണ്. ഓർ ഏകവചൻ ഹെ, പുല്ലിംഗ് ഹെ ഓർ ഏകവചൻ ഹെ, പുല്ലിംഗുമാണ് പക്ഷെ ഏകവചനമാണ് അല്ലേ. ഘരോന്ദ അവിടെ ഏകവചൻ പുല്ലിംഗായിരുന്നു, ഇതും അതുപോലെ തന്നെ പുല്ലിംഗും ആണ് ഏകവചനുമാണ്. അപ്പോൾ ഇസ്ലിയെ ഉസ്സെ പെഹലെ കാ പ്രയോഗ ഹുവാ ഹെ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് കാ എന്ന പ്രയോഗം, അതായത് പത്ഥറിന് മുമ്പിൽ കാ എന്ന പ്രയോഗം വന്നത്. അതിൻ്റെ ബന്ധമാണ് മീൽ കാ പത്ഥർ, ആ മൈല് കാണിക്കുന്ന കല്ല് അല്ലേ, മൈൽ എത്ര മൈലാണ് യാത്ര ചെയ്യേണ്ടിയിരിക്കുന്നത് എന്ന് കാണിക്കുന്ന കല്ല്. അപ്പോൾ മീൽ കാ പത്ഥർ. അപ്പോൾ പത്ഥർ എന്നത് പുല്ലിംഗാണ്, ഏകവചനാണ്, അതുകൊണ്ടാണ് കാ എന്ന പ്രയോഗം. അതിന് സംബന്ധകാരക് കാ ഉപയോഗിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ്. നഹാനെ കാ സാബുൻ, साबुन पुल्लिंग और एकवचन है, इसलिए उसके पहले का प्रयोग हुआ है. അപ്പോൾ അവിടെ കാ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്, കാരണം പുല്ലിംഗ് ഏകവചനാണത്, സാബുൻ എന്നത് പുല്ലിംഗ് ഏകവചനാണ്, അതുകൊണ്ടാണ് കാ എന്ന കാരക് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. കെ കാ പ്രയോഗ, കെ എവിടെയൊക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്? കെ എപ്പോഴാണ് ഉപയോഗിക്കാറ്? ബഹുവചൻ സംജ്ഞ ശബ്ദോं के साथ हुआ है. ബഹുവചൻ സംഖ്യ, അതായത് ബഹുവചനം എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ അല്ലേ. ഇതുവരെ പറഞ്ഞത് ഏകവചനായിരുന്നു, അതും പുല്ലിംഗായിരുന്നു. അപ്പോൾ ഇപ്പോൾ പറയുന്നത് കെ എന്നത് ബഹുവചൻ നൗൺ, അതായത് ഒന്നിലധികം ഉള്ളതിൻ്റെ കൂടെയാണ് കെ എന്നത് ഉപയോഗിക്കാറ്. അപ്പോൾ ബച്ചെ എന്നത് ബഹുവചനാണ്, ഒന്നിൽ കൂടുതലുണ്ട് അല്ലേ. അപ്പോൾ അവിടെ കെ എന്ന പ്രയോഗം, ആ നൗണിൻ്റെ മുമ്പിൽ കെ എന്ന പ്രയോഗം. അപ്പോൾ രേഷ്മ കെ ബച്ചെ, ബച്ചെ ബഹുവചൻ ഹെ, അतः ബച്ചെ കെ പഹലെ കെ കാ പ്രयोग हुआ है. ബഹുവചൻ ആയതുകൊണ്ട്, ബച്ചെ ബഹുവചൻ ആയതുകൊണ്ട് അതിൻ്റെ മുമ്പിൽ കെ എന്ന പ്രയോഗം ഉപയോഗിച്ചിരിക്കുന്നു. ബനാറസ് കെ ആം, ആം എന്നത് ഒന്നിൽ കൂടുതലാണ്, ആം പുല്ലിംഗ് ഏവം ബഹുവചൻ ശബ്ദ ഹെ, അതൊരു പുല്ലിംഗാണ്, അതുമാത്രമല്ല ബഹുവചൻ, അതുകൊണ്ട് അവിടെ കെ എന്ന പ്രയോഗം. അപ്പോൾ അतः उसके पहले के प्रयुक्त है. और की का प्रयोग स्त्रीलिंग सूचक. അപ്പോൾ की എന്നത് എപ്പോഴാണ് ഉപയോഗിക്കുന്നത്? സ്ത്രീലിംഗ് വരുമ്പോൾ അല്ലേ. അപ്പോൾ സംജ്ഞാ ശബ്ദോं के साथ प्रयोग हुआ है. അപ്പോൾ നൗണിൻ്റെ, അതായത് നൗണ് ഒരു സ്ത്രീലിംഗമാണെങ്കിൽ അതിന് മുമ്പിൽ ഉപയോഗിക്കുന്ന കാരകമാണ് की. അപ്പോൾ ഝാൻസി की रानी സ്ത്രീലിംഗ് है, इसलिए उसके पूर्व की लगा है. അപ്പോൾ റാണി എന്നത് ഒരു സ്ത്രീലിംഗമാണ്, അതുകൊണ്ട് തന്നെയാണ് അതിന് മുമ്പിൽ की എന്ന പ്രയോഗം അല്ലേ, കാരക് ഉപയോഗിച്ചിരിക്കുന്നത്. പേഡ് കി ഛായ, അപ്പോൾ ഛായ എന്നതൊരു സ്ത്രീലിംഗാണ്, അതുകൊണ്ട് തന്നെയാണ് പേഡ് കി ഛായ എന്ന് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്, കീ എന്ന് ഉപയോഗിച്ചിരിക്കുന്നത്. ഇസ്ലിയെ ഉസ്കെ പൂർവ്വ കീ ലഗാ ഹെ, അതുകൊണ്ട് തന്നെയാണ് അതിന് മുമ്പിൽ കീ എന്ന ഉപയോഗം അല്ലേ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്